ക്രിസ്മസും ന്യൂ ഇയറും അടുത്തതോടെ കോഴിക്കോട് നഗരത്തിൽ ലഹരി പരിശോധന ശക്തമാക്കി. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ലഹരി വസ്തുക്കൾ എത്തിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്നാണ് രാത്രികാല പരിശോധനയടക്കം ഊർജിതമാക്കിയിരിക്കുന്നത്. പോലീസും എക്സൈസും ചേർന്നാണ് പരിശോധന നടത്തുന്നത്. നഗരവും പരിസര പ്രദേശങ്ങളിലും ലഹരി മാഫിയ പിടിമുറുക്കിയിട്ട് മാസങ്ങളായി. അമിത ലഹരി ഉപയോഗം മൂലം ബീച്ച് ആശുപത്രിയിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിന് സമീപം ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെട്ട യുവാവ് മരിച്ചത് കഴിഞ്ഞ മാസമാണ്. കൊടുവള്ളി സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് മരിച്ചത്. സിൽക്ക് സ്ട്രീറ്റ് റോഡിലെ ഒഴിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ ലഹരി ഉപയോഗം മൂലം യുവാവ് മരിച്ചതും ഈ അടുത്താണ്. മിംസ് ആശുപത്രിയുടെ സമീപത്തു നിന്നും കുറ്റിച്ചിറ സ്വദേശികളായ മുഹമ്മദ്, ജാസം അർഫാത്ത് എന്നിവരെ ഡാൻസാഫും പോലീസും ചേർന്ന് പിടികൂടിയത് 2 ആഴ്ച മുമ്പാണ്. അതേ ദിവസം തന്നെയാണ് മെഡിക്കൽ കോളേജിന് സമീപത്തെ ലോഡ്ജിൽ നിന്നും മംഗലാപുരം സ്വദേശിയായ യുവതിയെയും ഫറോക്ക് സ്വദേശിയായ യുവാവും കഞ്ചാവുമായി പിടിയിലാകുന്നത്. 2 കേസുകളിലുമായി 580 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. രാമനാട്ടുകര പാലത്തിന് സമീപത്തു നിന്നും ഹൈബ്രിഡ് കഞ്ചാവുമായി കാസർഗോഡ് ബദിയടുക്ക സ്വദേശി പിടിയിലാകുന്നതും ആഴ്ചകൾക്ക് മുമ്പാണ്. മാങ്കാവിൽ നിന്നും 4 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയും അറസ്റ്റിലായിരുന്നു. പെരുവണ്ണാമൊഴിയിൽ ലഹരി സംഘം പോലീസ് പെട്രോളിംഗ് സംഘത്തെ ആക്രമിച്ചതും ദിവസങ്ങൾക്ക് മുമ്പാണ്. ഹാഷിഷ്, ഹെറോയിൻ, MDMA, കഞ്ചാവ് എന്നിവ വിദ്യാർത്ഥികൾക്കിടയിൽ വരെ വിതരണം ചെയ്യാൻ വൻ സംഘമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ലഹരി മാഫിയ സജീവമാകുമ്പോഴും പോലീസും എക്സൈസും നിഷ്ക്രിയമാകുന്നു എന്ന വിമർശനം ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ക്രിസ്മസ്, പുതുവത്സര ആഘോഷങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. ജനം, കോഴിക്കോട്.